ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മുൾച്ചൂടിലാക്കുന്ന ഡിജിറ്റൽ ചെലവുകൾ നമ്മെ സാമ്പത്തിക ട്രാപ്പിൽ അകപ്പെടുത്തുന്നുവോ? ഓർമ്മയുണ്ടോ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ₹1 നോട്ട് വാങ്ങുന്നതിന്റെ ആഹ്ലാദം? അത് എത്ര വലിയ കാര്യമായിരുന്നു! അന്നൊക്കെ പണം വിലപ്പെട്ടതായിരുന്നു. ഓരോ രൂപയും ചെലവഴിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ചിരുന്നു. ചെലവഴിക്കുന്നതിന് മുമ്പ് എത്ര തവണ ആലോചിച്ചിരുന്നുവെന്നോർക്കുക. ആവശ്യമില്ലാത്തത് വാങ്ങാൻ ഒരിക്കലും ധൈര്യം കാണിച്ചിരുന്നില്ല. അച്ഛനമ്മമാർ പഠിപ്പിച്ച സമ്പാദ്യത്തിന്റെയും ലാഭത്തിന്റെയും മൂല്യം മനസ്സിലുണ്ടായിരുന്നു. ഓരോ പൈസയും എണ്ണിക്കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു വൈകാരികത. എന്നാൽ ഇന്ന് എല്ലാം ഒരു ടാപ്പിലകലെയാണ്. ഇൻസ്റ്റന്റ് ആൻഡ് ക്വിക്ക് ഡെലിവറിയുടെ യുഗം. ഓൺലൈൻ ഷോപ്പിംഗ്, ഫുഡ് ഡെലിവറി, സ്ട്രീമിംഗ് സേവനങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഈ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ എളുപ്പം നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അത് വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നു. ഡിജിറ്റൽ ലോകം നമ്മുടെ ചെലവുകളെ അദൃശ്യമാക്കുന്നു. ഇടപാടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്നു. പണം കയ്യിൽ നിന്ന് പോകുന്നത് പോലും നമ്മൾ അറിയാതെ പോകുന്നു. മനസ്സിന്റെ വൈകാരികത എവിടെയോ ചോർന്നു പോയിരിക്കുന്നു. ഈ അദൃശ്യമായ ചെലവുകൾ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിലെ ഡീലുകൾ, ക്യാഷ് ബാക്ക് ഓഫറുകൾ, എളുപ്പത്തിൽ ലഭിക്കുന്ന ക്രെഡിറ്റ്, ഇവയെല്ലാം നമ്മുടെ ചെലവുകളെ അതിവേഗം വർദ്ധിപ്പിക്കുന്നു. ചെറിയ ചെറിയ ചെലവുകൾ കൂടി ചേരുമ്പോൾ ഒരു വലിയ തുകയായി മാറുന്നു. ഒരു കപ്പ് കാപ്പി, ഒരു ടാക്സി യാത്ര, ഒരു സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷൻ, ആവശ്യമില്ലാതെ ഒന്നിലധികം OTT പ്ലാറ്റ്ഫോമുകൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. ഇവയെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ചെറിയ ചെലവുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എളുപ്പത്തിൽ മറഞ്ഞു പോകുന്നു. ഒരു മാസം അവസാനമാകുമ്പോൾ ബജറ്റ് പൊട്ടുന്നത് കണ്ട് നമ്മൾ അമ്പരയ്ക്കുന്നു. എവിടെയാണ് ഇത്രയും പണം പോയത്? ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അക്കൗണ്ട് കാലിയായത്? ഈ ചോദ്യം പലരെയും അലട്ടുന്ന ഒന്നാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നമ്മൾ നമ്മുടെ ചെലവുകളെ കുറിച്ച് ബോധവാന്മാരാകണം. ഓരോ രൂപയും ചെലവഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഇത് ആവശ്യമാണോ? ഇല്ലാതെ പോയാലും പ്രശ്നമില്ലേ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. ഡിജിറ്റൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ നൽകുന്ന വിശദമായ ട്രാൻസാക്ഷൻ ചരിത്രം ഉപയോഗിച്ച് നമ്മുടെ ചെലവുകൾ വിശകലനം ചെയ്യാം. എവിടെയാണ് പണം പോകുന്നത്? എന്ത് തരത്തിലുള്ള ചെലവുകളാണ് കൂടുതലുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ബജറ്റ് തയ്യാറാക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓരോ മാസവും ഒരു നിശ്ചിത തുക ലാഭിക്കാൻ ശ്രമിക്കുക. നിക്ഷേപം തുടങ്ങുക. സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക. പണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുക. ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുക. എന്നാൽ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല നമ്മൾ. നമ്മുടെ കുടുംബത്തിന്റെ പിന്തുണ അമൂല്യമാണ്. അച്ഛനമ്മമാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അവരുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് ചോദിക്കുക. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അഭ്യർത്ഥിക്കുക. കുടുംബത്തിൽ പരസ്പരം, അതായത് ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവർ ഒരുമിച്ചിരുന്നു സാമ്പത്തിക വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ബജറ്റ് തയ്യാറാക്കുന്നതിനും ലാഭിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക. കുട്ടികൾക്കും സാമ്പത്തിക സാക്ഷരത പകർന്നു നൽകണം. ചെലവുകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം. സമ്പാദ്യത്തിന്റെയും നിക്ഷേപത്തിന്റെയും പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ എളുപ്പം നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കരുത്. നമ്മൾ ബോധപൂർവം ചെലവഴിക്കണം. നമ്മുടെ സാമ്പത്തിക ഭാവി നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഈ വെല്ലുവിളികളെ അതിജീവിക്കും. നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നിലനിർത്തും. നമ്മുടെ കുടുംബത്തിന്റെ പിന്തുണയോടെ, നമ്മുടെ ബുദ്ധിയോടെ, നമ്മുടെ അറിവോടെ നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിലും സാമ്പത്തികമായി സുരക്ഷിതരായി ജീവിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.